നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റമാണ്. ഇപ്പം വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ സമ്പൂജ്യമായ രാശിയാണ്. അപ്പൊ ഈ സമ്പൂജ്യമായ രാശിയിലേക്ക് വ്യാഴം പോകുമ്പോൾ വളരെ നല്ല ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രഹമാണ്. ജീവിതത്തിൽ വളരെ ഉയർച്ചകൾ നൽകാൻ കഴിവുള്ളതും ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. അതായത് നമ്മുടെ ജ്യോതിഷന്മാരൊക്കെ തന്നെ വ്യാഴത്തിന്റെ ബലം അനുസരിച്ചാണ് നമ്മുടെ ഈശ്വരാധീനം ചിന്തിക്കുന്നത്. നമ്മളോട് പറയില്ലേ, നമ്മൾ പോകുമ്പോൾ ഈ ഈശ്വരാധീനമൊക്കെ നിങ്ങളെ മറഞ്ഞു നിൽക്കുകയാണ്, ഒന്നും തെളിഞ്ഞിട്ടില്ല, പോയിട്ട് കൃഷ്ണന്റെ അമ്പലത്തില് വിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാട് കഴിക്കുക എന്ന് പറയും. അപ്പൊ എന്തിനെ ആശ്രയിച്ചാണ് പറയുന്നത്? വ്യാഴത്തിന്റെ ബലത്തെ ആശ്രയിച്ചാണ് വന്നത്. അപ്പൊ അതുപോലെ പവറുള്ള ഗ്രഹമാണ് വ്യാഴം. പിന്നെ വിഷ്ണു ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം. അപ്പൊ അതുകൊണ്ട് അതിന്റെ മാറ്റം എന്ന് പറയുകയാണ് ജീവിതത്തിൽ നമുക്ക് നല്ലത്, വളരെ ഗുണം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതി ഭാഗവും ചേർന്നാണ് കന്നിക്കൂറ്. അപ്പൊ ഈ കന്നിക്കൂറുകാരെ പറ്റി പറയുമ്പോൾ ദൈവമേ കുറെ കഷ്ടപ്പെട്ടല്ലേ. കഴിഞ്ഞ വർഷങ്ങളിൽ കുറെ ദുരിതങ്ങളിലൂടെ നമ്മൾ പോയി. നമ്മൾ തൊടുന്നതെല്ലാം പ്രശ്നങ്ങൾ ചെന്ന് ചാടും അല്ലേ. ഭാഗ്യങ്ങൾക്കെല്ലാം നഷ്ടം, അലച്ചില്, മാനസികമായിട്ടുള്ള ടെൻഷന്, കുടുംബ ദുരിതങ്ങൾ, ഭാര്യ നമ്മളെ കണ്ട അന്നേരം നമ്മൾ വഴക്കുണ്ടാക്കും, അങ്ങനെ ഒരു അവസ്ഥ. കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ല, അത് മുഖേന പഠിക്കത്തില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ രോഗദുരിതങ്ങൾ ഒഴിയാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുക. എത്ര കൊണ്ടുവന്നാലും ഇല്ലാത്തൊരവസ്ഥ വരിക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ശരിക്കും കഴിഞ്ഞ വർഷങ്ങളോടൊക്കെ പോയത് അല്ലേ. പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ഈ മെയ് 1 മുതൽ മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. തടസ്സങ്ങളൊക്കെ നീങ്ങും. വീട്ടില് കുറച്ച് മാനസിക സ്വസ്ഥതയൊക്കെ ഉണ്ടാവും, മാനസികമായിട്ടുള്ള സ്വസ്ഥതകൾ ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഐക്യത വീണ്ടും വന്നു ചേരും അല്ലേ. നമ്മൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിരുന്നു, മുഖാമുഖം അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അപ്പോ എന്താണെങ്കിലും വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടവർ, ജോലി പോയവർ ഇത്യാദി പ്രയാസങ്ങളിലൂടെ പോകുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ജോലി ലഭിക്കാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ജോലി ലഭിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനോട്ടുള്ള അവസ്ഥ ഉണ്ടാവും. ജീവിതത്തിലെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര രോഗദുരിതങ്ങളാണ്. പ്രത്യേകിച്ച് സന്താനകാരകൻ വ്യാഴമായതുകൊണ്ട് പിള്ളേർക്ക് അങ്ങ് ഭയങ്കര എന്നും അസുഖങ്ങൾ. അതെ, ചെറിയ പിള്ളേരാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ എന്നും അസുഖങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്നും ഓരോരോ അസുഖങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും, അത് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും. ഇങ്ങനെ മാറാതിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള തലവേദന, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇത്യാദി വിഷയങ്ങളിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ജീവിതത്തിൽ അവരുടെ രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ വന്നു ചേരുന്നത്. അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് മധ്യവയസ്കർക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വളരെ പ്രായം അധികമായില്ലെങ്കിൽ പോലും നമുക്ക് അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണീക്കാനായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അസ്ഥിക്ക് വേദന, മുട്ടിന് വേദന, ഇത്യാദി വിഷയങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. വലിയ പ്രായമൊന്നുമില്ല. അപ്പം പറയാം പ്രായമായി കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകത്തില്ലെന്ന് ചിലപ്പോൾ എന്നോട് ചോദിക്കും. അതല്ല, മധ്യവയസ്കരാണെങ്കിൽ പോലും മധ്യവയസ്കതയിലേക്ക് എത്തുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന രോഗദുരിതങ്ങളാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായത് മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അതിന് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മറികടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ ഭജിക്കുക. കൃഷ്ണൻ അമ്പലത്തിൽ
വഴിപാടുകൾ നടത്തുക, വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുക, നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ഇത്യാദി കാര്യങ്ങൾ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗ്രാഫ് തന്നെ മാറും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ വ്യാഴത്തിന്റെ സ്ഥിതിയിൽ നല്ല സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് തന്നെ മാറും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പിന്നെ അവരുടെ മേലധികാരികളിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് വളരെ മെച്ചകരമായിട്ടുള്ള അവസ്ഥ വന്നു ചേരും. വിദേശത്തൊക്കെ പോയി അവർക്ക് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളോടുള്ള ധനലാഭം ഉണ്ടാകും. വാഹനങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിനും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു നല്ല സമയം വന്നു ചേരും. അതുപോലെ തന്നെ നമ്മൾ വീട് പണി മുടങ്ങിക്കിടന്നവരും പുതിയതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സമയം വന്നു ചേരുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തെക്കാളും നിങ്ങൾക്ക് ഒത്തിരി ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കും. ഇത് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം. ഇതൊരു കോമൺ എഫക്റ്റ് ആണ്, ഒരു കോമൺ ഫലം. 2.25 നക്ഷത്രക്കാരുടെ കോമൺ ഫലമാണ് ഈ പറയുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ ഫലിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹത്തിന് വ്യാഴത്തിന് ബലം വേണം. നിങ്ങളുടെ ദശാകാലം എപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് ഗുണപ്രദമായിരിക്കണം. നിങ്ങളുടെ ദശാകാലത്തിൽ അവതാരകാലം ഗുണപ്രദമായിരിക്കണം. വ്യാഴം ബലവാനായി നിങ്ങളുടെ ഗ്രഹനിലയിൽ കാണണം. ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ഞാൻ വന്ന് വലിയ തള്ളൊക്കെ തള്ളിയിട്ട് പോയിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം ഇതാണ്. നമുക്ക് 2-3 മാസം കഴിഞ്ഞ് ഈ പറയുന്ന ഗുണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളെ വേഗം ഒരു ആസ്ട്രോളറെ കണ്ട് നമ്മുടെ ഗ്രഹനില പരിശോധിക്കുക, നമ്മളെ ഇപ്പോഴത്തെ ദശാകാലം പരിശോധിക്കുക, അതിന് തക്കതായിട്ടുള്ള വഴിപാടുകൾ അദ്ദേഹം പറയുന്നത് ചെയ്യുക, പ്രാർത്ഥനകൾ നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് പോംവഴി എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ വ്യാഴമാറ്റം ഗുണപ്രദമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതുണ്ടാവും. സന്താനകാരകനൊക്കെയാണ്. സന്താനങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. നമ്മളോട് പിണങ്ങി നിന്ന സന്താനങ്ങൾ പോലും നമ്മളോട് ചിലപ്പോൾ അനുകൂല ഭാഗത്തുള്ള സന്തോഷത്തോടെ നമ്മളോട് മാപ്പ് പറഞ്ഞു വന്ന് നമ്മളെ സ്നേഹിക്കുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഒരു വർഷക്കാലമാണ് രാശി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ആ രാശി നിൽക്കുമ്പോൾ നമുക്ക് മാക്സിമം ഗുണാനുഭവങ്ങൾ തന്നെ നൽകും. പ്രത്യേകിച്ച് നമുക്ക് ഇനിയിപ്പം ഇപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കൂട്ടു ബിസിനസ്സുകളുള്ള നേട്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവരുമായിട്ട് സഹകരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തോളൂ. കൃഷ്ണന്റെ ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദിവസം തുളസിമാല അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുകയും കരക ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ കടുംപായസ ഉടയാട് അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുകയും ശനീശ്വരൻ യഥാശക്തി വഴിപാടുകൾ പ്രത്യേകിച്ച് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകളൊക്കെ നടത്തുകയും ഇതര മതസ്ഥരെ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. അവരുടെ ഞായറാഴ്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക. മരിച്ചവരെ ഓർക്കുന്നവരാണെങ്കിൽ ഒരു 12 മെഴുകുതിരി അവരുടെ പിന്നെ കല്ലറയിൽ കത്തിച്ച് പ്രാർത്ഥിക്കുക. മറ്റു മതസ്ഥ നിസ്കാരങ്ങൾ മുടങ്ങാതെ ചെയ്യുക. യത്തീംഖാനകളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. അതായത് നമ്മളെ കഴിയുന്ന ധനം കൊടുത്ത് അവിടെ നമ്മൾ വഴിപാടായിട്ട് അത് ചെയ്യുക. അവർക്ക് അന്നദാനത്തിനുള്ള പണം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് ആ പരിഹാരങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.